ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എറണാകുളം കലൂര് ഇപ്പോൾ ഒരു വനിതാ ഉത്സവം നടക്കുന്നുണ്ട്. വനിതാ മഹോത്സവം. അങ്ങനെ പല ജില്ലകളിൽ പലയിടത്തായിട്ട് ഇവർ നടത്താറുണ്ട് വനിതാ ഉത്സവ്. അപ്പോൾ ഇടയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ കാണാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമുക്ക് എറണാകുളം കലൂരാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പോവാന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് പോവാണ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 3-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. ജനുവരി 23-നാണ് ഇത് തുടങ്ങിയത്. ജനുവരി 23 തൊട്ട് ഫെബ്രുവരി 9 വരെയാണ് നമ്മുടെ വനിതാ ഉത്സവം നടക്കുന്നത്. അപ്പോൾ 2026-ലെ ജനുവരി 23-ന് തുടങ്ങിയ വനിതാ ഉത്സവമാണ്. അപ്പൊ നമ്മൾ കലൂരിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കാക്കനാടാണ് താമസിക്കുന്നത്. കാക്കനാടിൽ നിന്ന് നമ്മൾ കലൂരിലേക്ക് പോവാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 5:30 ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പൊ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ആവുമ്പം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റാളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആണ് കേട്ടോ, കലൂര്. അപ്പോൾ ഇതിനടുത്തായിട്ടാണ് നമ്മുടെ മഹോത്സവം നടക്കുന്നത്. അപ്പം നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുക്കേണ്ട വന്നുള്ളൂ. കാരണം ഒരു കൂപ്പൺ നമുക്ക് വനിത വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, വനിതാ മാസിക നമ്മൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ഒരു പ്രവേശന കൂപ്പൺ കാണും. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ കാണിച്ചാൽ മതി. അപ്പോൾ ഒരാൾക്ക് നമുക്ക് സൗജന്യമായിട്ടായിരിക്കും, ഫ്രീ ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഒരാളുടെ മാത്രം നമുക്ക് എടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതും മറ്റേ നമ്മുടെ മാസികയ്ക്കകത്തും ഉണ്ടായിരുന്നതും കൂടാണ് ഇവരെ അപ്പോൾ കാണിക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. ഇവിടെ കുറേ ഏരിയ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് കേട്ടോ. കയറുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഹോൾ പോലെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ആദ്യത്തെ കുറേ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഇലക്ട്രോണിക്സ് സാധനങ്ങളാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ, TV, നമ്മുടെ ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറേ ഏരിയയും. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ വളരെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ TVയുടെയും അതിൻ്റെയൊക്കെ വിലയൊക്കെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കയറി കണ്ടു. അപ്പോൾ വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്ത് ഉള്ള ഒരു രീതിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എല്ലാ സംഗതികളും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഡെമോ പോലാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കയറി കാണാം. കിച്ചണൊക്കെ ഇപ്പം വീട് പണിയുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കൂളറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മുടെ ഇവിടെ ഒക്കെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളാണ് കുറച്ച് ഏരിയ. പിന്നെ നമ്മുടെ അതായത് ഇപ്പം പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതിന് ഇപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോരോ സംഗതികൾ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഇടിയപ്പം മേക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുക്കർ അതൊക്കെ ഉണ്ട്. നമ്മുടെ പീജൻ്റെ ഐറ്റംസ് ആണ് ഇവിടെയൊക്കെ കൂടുതലിരിക്കുന്നത്. പിന്നെ നമ്മുടെ തവ, നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ചെയർ, സോഫ അങ്ങനെയുള്ള സ്റ്റോളാണ്. സുപ്രീം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഈ ഏരിയ ഫുള്ള് നമ്മുടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ത്രെഡ്മില്ലും ഒക്കെയാണ്. പിന്നെ പുതിയതായിട്ട് ഓരോ സംഭവങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ത്രെഡ്മില്ല് പോലെ തന്നെ നമ്മുടെ സൂംബ ഡാൻസ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഫുൾ ബോഡി വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമ്മളെ കാണിച്ചും തന്നു അവർ. അപ്പോൾ നമുക്ക് ഇതൊരു സൂംബ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ്. ഫുൾ ബോഡി വൈബ്രേഷനോട് കൂടിയിട്ടാണ്. അപ്പം ഇത് നമുക്ക് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ ഡിന്നർ സെറ്റ്, കപ്പ് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ലേറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ്, ഇത് ശരിക്കും ബൊറോസിലിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ് ലേറ എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ മൈക്രോവേവിലൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ പാത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാ യൂസിനും ഉള്ള പ്രഷർ വാഷറായിരുന്നു ഈ ഒരു സ്റ്റോളിൽ. കോപ്പർ വാട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു ഇത്.
പിന്നെ നമ്മുടെ പിച്ചാത്തി, നൈഫ്, അതുപോലെ പീലർ, സിസേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയായിരുന്നു. അടുക്കളയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു പീലറും ഒരു കത്രികയും പിന്നെ പിച്ചാത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഓർണമെൻറ്റ്സ്, മാല, വള, ചെയിന്, നമ്മുടെ കൊലുസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൻറ്റിക്കായിട്ടുള്ള കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എള്ള്, അതേപോലെ കപ്പലണ്ടി, ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന സ്വീറ്റ്സ് ആണ് കേട്ടോ.
അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ ഈ പപ്പടം അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഓണിയൻ ഡ്രിങ്ക്സ്, അത് തന്നെ റാഗി ചിപ്സ്, പിന്നെ ലേസ് കോൺ, അതുപോലെ ചീസിൻ്റെ പപ്പടം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ട് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പോൾ വേഗം അടുത്ത വീഡിയോ തന്നെ വരുന്നതാണ്, പാർട്ട് 2. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വനിതാ ഉത്സവത്തിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 9, 2026 വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ബാക്കി കാഴ്ചകളായിട്ട് പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ.